കടലിങ്ങനെ ഇടയ്ക്ക് മാറി പെട്ടെന്നാണ് ഞാൻ കണ്ടത്. മുമ്പിൽ വലിയൊരു പാറ. ഇല്ല നാലുവട്ട പാറ എന്ന് പറഞ്ഞ വലിയൊരു പർവ്വതം. പാറയോ? ആ അതേതാണ് അപ്പാറ? അവൻ മുഴുവനും പറയട്ടെ, അപ്പോഴേ മനസ്സിലാവും. അതായത് ഈ രാമേശ്വരത്തിന്റെയും സിലോന്റെയും ഇങ്ങനെ ഇടയ്ക്കായിട്ട്. പിന്നെ ഞാൻ കണ്ടത് ഒരു ഗുഹയാണ്. ഗുഹ കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. കടലമ്മയെ രക്ഷിക്കണേന്ന് പറയലും വോട്ടും തിരിക്കലും ഒരൊറ്റ അങ്കുലത്തിന്റെ വ്യത്യാസം. ഇല്ലെങ്കിൽ ഞാനും കുര്യാക്കോസേട്ടനും വോട്ടും അങ്ങോട്ട് വായിക്കകത്തായാലും. ഏതിന്റെ? തിമിംഗലം. മതിയാക്കള നുണ പറഞ്ഞാലും ദഹിക്കുന്നത് പറ. ഓ പറയട്ടെ, ഇനി പറഞ്ഞോ പറഞ്ഞോ. ഞാൻ പിന്നെ പറഞ്ഞുതരാം. മോളെ, ഇനി കുറച്ചും കൂടി കല്ലുമുക്കായി വിളമ്പി കൊടുക്ക്. ഇവല്ല നാട്ടിൽ ഇത് കിട്ടൂല. വേണ്ട, ഞാൻ കുറെ അച്ഛൻ കഴിച്ചത്. നല്ല രുചിയുണ്ട്. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞ്? കല്ലുമക്ക. ആ മമ്മക്ക, മൊയ്തുക്ക, കല്ലുമുക്ക. ആള് മുസ്ലിം ആണല്ലേ. ഇവിടെ മീനിന്റെ സ്ഥിതി എങ്ങനെയുണ്ട്? ഓ മോശമാ, വിലയും കുറവാ. നാണുകെട്ടി എന്റെ ബോട്ടിൽ കൂടെ പോരുന്ന. വയസ്സായില്ലേ മോനെ, ഇനി മറ്റൊരു ജോലി ചെയ്യാൻ കഴിയൂല. കണ്ണടയുന്നതിന് മുമ്പ് ഇവളെ ആരെങ്കിലും ഒന്ന് പിടിച്ചേൽപ്പിക്കണം, അത്രയേ ഉള്ളൂ. നീ എവിടെ ആയിരുന്നടി? എനിക്കിഷ്ടമുള്ള എടി ഒരുമ്പട്ടോളെ, നീ തരനാറ്റിക്കരുത്, പറഞ്ഞേക്കാം. ചേട്ടൻ ഓർക്കുന്നത് എന്താന്ന് എനിക്കറിയാം. ചേട്ടൻ ഇതാണല്ലേ, ധൈര്യമായിട്ട് ത്രീസിച്ചെടുത്തിട്ട് വീട്ടിൽ കയറി ചെല്ലണം. ആരെതിർത്താലും ചേട്ടൻ വിളിച്ച സാറെ കൂടെ അറിഞ്ഞു. അതെനിക്കറിയാം. ഇനി ഒന്നും സംശയിക്കണ്ട. ചെറുതാണെങ്കിലും ഒരു കോരിയും വളപ്പും എനിക്കുണ്ടല്ലോ. ചേട്ടൻ വിളിച്ചോണ്ട് വാ. എത്ര വേഗത്തിൽ ഓടിച്ചാലും ഇരുട്ടുന്നതിന് മുമ്പ് നമ്മൾ കൊല്ലത്തെത്തില്ല. എത്ര ഇരുട്ടിയാലും എന്റെ ശബ്ദം കേട്ടാൽ തിരിച്ചറിയൂടാ. പണിയില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ കയറി കുത്തിയിരുന്നു. വീട്ടിനകത്താണെങ്കിൽ ഒരു മണി അരി എടുക്കാനില്ല. നിങ്ങൾക്ക് പോയാൽ മൂപ്പരോട് കുറച്ച് രൂപ ചോദിച്ചുകൂടെ? അയാൾ ഇനി ഒന്നും തരില്ലെന്ന് തീർത്ത് പറഞ്ഞു. പറഞ്ഞു. നന്ദി കേട്ട പരുഷ. അങ്ങർക്ക് വേണ്ടി സ്വന്തം കൂടപ്പുറപ്പിനെ കൂടെ നിങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കിയില്ലേ? നിങ്ങൾക്ക് ഇത് വരണം. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ആ എടി, നീ അറിഞ്ഞു കുറിയാക്കും ഇപ്പൊ കണ്ണൂര. അവന്റെ ബോട്ടിൽ നിന്ന് ദിവസവും 500 രൂപയുടെ മീൻ കിട്ടുന്നുണ്ടെന്ന്. നേരോ? അവനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പട്ടിണി കിടക്കേണ്ടി വരില്ലായിരുന്നു. ഇരിയാന്റെ ബുദ്ധിമോശം കൊണ്ടല്ലേ അന്ന് ഇവിടെ ഇറക്കി വിട്ടത്. അനുഭവിച്ചോ?
മാസമായി ഇവിടെ വന്നിട്ട്. അന്ന് തുടങ്ങിയല്ലേ കൂടി? തീർന്നു. എങ്കിൽ വാ, എന്നാലും നാളെ കാലത്ത് നാട്ടിലേക്ക് പുറപ്പെടാൻ പറ്റൂ. ഇല്ലടാ. എന്ത് പറഞ്ഞാൽ ആവില്ല. മറ്റന്നാൾ കാലത്ത് ബാങ്കിൽ പണം കെട്ടണം. 4000 രൂപ അരയിൽ കിട്ടിയിട്ട് ഞാൻ നടക്കണം. അറിയോ? ആ 400 അവിടെ ചെല്ലാന്ന് പറയണ്ടില്ലേ? വാ പോ. ഇനി അത്രയും ദൂരം നടക്കാൻ എനിക്ക് വയ്യ. എനിക്ക് നീ ആ ബോട്ടിൽ പോയി കിടന്ന് വൈകും. വരുവോ? ഇനി അതല്ല, വഴിക്ക് വല്ല കള്ളുഷാപ്പിലും കയറി കിടക്കുവോ? വരൂടാ. നാണുവേട്ടോ, നാണുവേട്ടോ. നാണുവേട്ടനോട് ഇല്ലേ? കടലിൽ പോയി. മൈപ്പാന്നവരെ കാത്തിരിക്കുകയായിരുന്നു, നിങ്ങൾ വരുമെന്നും പറഞ്ഞു. എവിടെ കൂടെയുള്ള ആള്? ആര്? പാപ്പിയോ? ബോട്ടിലുണ്ട്. ഞങ്ങൾ നാളെ പുലർച്ചയ്ക്ക് പോകും. നാണുവേട്ടൻ വന്നാ പറഞ്ഞേക്ക്. നിങ്ങൾ നിക്കി, ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ വേണ്ട. തിന്നാതെ പോയാൽ അച്ഛൻ വന്നാ എന്നെ കൊല്ലും. നിങ്ങൾ കൈ കഴുകി. എരിവ് കൂടുതലുണ്ടോ? എരിവ് എനിക്ക് ഇഷ്ടമാണ്. പോയാൽ ഇനി എന്നാ വരിക? മീന്റെ തക്കം പോലെ. അയ്യോ വേണ്ട, മതി. ഒന്നും കഴിച്ചില്ല? മതി. മഴ പെയ്തല്ലോ. സാരമില്ല, ഞാൻ പൊയ്ക്കോളാം. നിക്കി, തല നന്നയാതെ പോകാൻ ഇല വെട്ടിത്തരാം. ദേവുട്ടി, മോളെ ദേവുട്ടി. നാടുവട്ടെ. നാരങ്ങ ശവം കൂടി അച്ഛനെ പറഞ്ഞാൽ മറ്റേ ഒരു വീട്ടിൽ അറിയിച്ചു.
വിചാരിച്ചേക്കാൾ കൂടുതൽ മീൻ കിട്ടിയതേക്കാം. ഈ തൊഴിൽ അങ്ങനെയാടാ, ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല. പാപ്പി, എന്തോ ഞാൻ ചത്താൽ എന്നെ പള്ളിയിൽ അടക്കണ്ട. ഈ കടലിൽ നിന്ന് ഞാൻ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട്. അതിന് പകരം എന്റെ ശരീരം കടലിലെറിയും, മീൻ തിന്നോട്ടെ.